തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിർമ്മാണ സാധനങ്ങൾ കയറ്റി വന്ന ലോറി മറിഞ്ഞൊരാൾക്ക് ഗുരുതര പരിക്ക്. ദേശീയപാതയിൽ ഉദയൻകുളങ്ങരയ്ക്ക് സമീപമായിരുന്നു സംഭവം. ലോറിയുടെ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, നെയ്യാറ്റിൻകരയിൽ നിർമ്മാണ സാധനങ്ങൾ കയറ്റി വന്ന ലോറി മറിഞ്ഞാണ് ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റിരിക്കുന്നത്. വിവരങ്ങൾ. വൃന്ദ, ഇന്ന് രാവിലെയാണ് ദേശീയപാതയിൽ നാഗർകോവിൽ നിന്ന് വന്ന നിർമ്മാണ സാധനങ്ങൾ വന്ന ഈ ലോറി ടയർ പൊട്ടിയത് കാരണം നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. വലിയ തരത്തിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. ഈ ലോറിയിൽ 5 പേരാണ്, ഡ്രൈവർ ഉൾപ്പെടെ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 5 പേരിൽ ഒരാൾക്കാണ് ഗുരുതരമായി കൈക്ക് പരിക്കേൽക്കുന്നത്. കൈക്ക് പരിക്കേറ്റ ഈ തൊഴിലാളിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് 4 പേർക്ക് നിസ്സാര പരിക്കുകൾ ഉണ്ട്. എന്തായാലും ഗതാഗതം ഉൾപ്പെടെ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. കാരണം ദേശീയപാതയാണ്. ദേശീയപാതയുടെ ഒരു ഭാഗത്ത് തന്നെ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന ലോറിയാണ് ഇത്തരത്തിൽ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും മറ്റുള്ള അവർക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. എന്താ പ്രദീപ്, ലോറിയുടെ ടയർ പൊട്ടിയതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നാണ് അല്ലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും വൃന്ദ, നമുക്കറിയാം, കാണുന്നത് പോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അമിത ഭാരമുണ്ട്. കാരണം രാവിലെ മുതൽ ഏത്തത്തിൽ വരുന്ന സമയത്ത് മഴയും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഇതൊരു അപകടം നിറഞ്ഞൊരു വളവും കൂടിയാണ്. മറ്റുള്ള എതിർഭാഗത്തു നിന്ന് വാഹനങ്ങൾ വരാത്തതും ഇതൊരു വലിയൊരു ദുരിതം ഒഴിവായെന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. വൃന്ദ, ശരി, പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.